എത്ര ഗംഭീരമായ രീതിയിലാണ് വാത്മീകി രാമനെ പറ്റി പറയുന്നത്. വാത്മീകി രാമനെ പറ്റി പറഞ്ഞത് മര്യാദ പുരുഷോത്തമൻ എന്നാണ്. മര്യാദ പുരുഷോത്തമൻ. വാത്മീകി പിന്നെയും പറഞ്ഞു രാമൻ കഴിവിൻ്റെ നിറനിലാവ് ആണെന്ന്. കഴിവിൻ്റെ നിറനിലാവെന്ന വാക്ക് നിങ്ങൾ വീണ്ടും വീണ്ടും പറയുക 3 പ്രാവശ്യം. അർത്ഥം എല്ലാവർക്കും മനസ്സിലാവും. കഴിവിൻ്റെ നിറനിലാവാണ് രാമൻ. ആ രാമനെ ഇന്ത്യക്കറിയാം. ആ രാമനെ പക്ഷേ BJP എന്താക്കി? മതത്തെ, വിശ്വാസങ്ങളെയെല്ലാം BJP എന്താക്കുന്നു? രാമനെ BJP എന്താക്കിയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കാൻ എളുപ്പമുണ്ട്. കുറേ നാൾക്ക് മുമ്പ് രാമന്റെ പേരിൽ അമ്പലം പണിയാനായി, ബാബറി മസ്ജിദ് പൊളിക്കാനായുള്ള ഭ്രാന്ത് പിടിച്ച മുദ്രാവാക്യവുമായി BJP രംഗത്തിറങ്ങിയ കാലത്താണ് നാം BJPയുടെ രാമനെ കണ്ടത്. എല്ലാ അങ്ങാടികളിലും ഉണ്ടായിരുന്നു അന്ന് BJPയുടെ രാമൻ. ആ രാമന്റെ മുഖത്ത് എവിടെയാണ് കനിവുണ്ടായിരുന്നത്? കുലച്ചു പിടിച്ച അമ്പും വില്ലുമായി അവർ രാമനെ വരച്ചു വെച്ചു. ആ രാമന്റെ മുഖത്തെവിടെയും കനിവിന്റെ കണിക പോലും ഉണ്ടായിരുന്നില്ല. ക്രോധമാണ്, രൗദ്രഭാവമാണ്, കണ്ണിൽ തീയാളുകയാണ്. തീയാളുന്ന കണ്ണുകളുമായി, രോഷം നമിക്കുന്ന മുഖച്ഛായയുമായി ആ രാമൻ ഇന്ത്യയോട് യുദ്ധം പ്രഖ്യാപിച്ച് നിൽക്കുകയാണ്. മര്യാദയ്ക്ക് ആ പള്ളി പൊളിച്ച് അതേ സ്ഥാനത്ത് അതേ രൂപത്തിൽ എനിക്ക് വേണ്ടി അമ്പലം പണിതില്ല എങ്കിൽ BJPക്കാരാ എന്ന് അവരെ തന്നെ നോക്കി ഭയപ്പെടുത്തും പോലെ അവർ രാമനെ വരച്ചു വെച്ചിരിക്കുന്നു. ആ രാമനെ ഇന്ത്യക്കറിയില്ല. ഇന്ത്യക്ക് അറിയേണ്ട രാമൻ രാമായണത്തിലെ രാമനാണ്, വാത്മീകി പരിചയപ്പെടുത്തിയ രാമനാണ്. അമ്മയുടെ മനപ്പാലിൽ കൂടി പോലും നമ്മളെല്ലാം അതെല്ലാം വായിച്ചൊരു അറിഞ്ഞവരുമാണ്. ആ രാമനെ അറിയാൻ ആർക്കും കഴിയും. മുസ്ലിമിനും കഴിയും, ക്രിസ്ത്യാനിക്കും കഴിയും, ഹിന്ദുവിനും കഴിയും, വിശ്വാസിക്കും കഴിയും, അവിശ്വാസിക്കും പറ്റും. രാമൻ അങ്ങനെ ഒരു പ്രതീകമാണ്. ആ രാമന്റെ കഥ എന്താന്ന് ഓർത്തു നോക്കൂ നിങ്ങൾ. രാമനെപ്പറ്റി വാത്മീകി പറയുന്നുണ്ട്. രാമായണത്തിലെ ഏറ്റവും പിരിമുറുക്കമുള്ള നിമിഷമാണത്. ദശരഥ മഹാരാജാവ് തൻ്റെ മകനായ രാമനെ രാജാവാക്കാൻ പോവുകയാണ്. അയോധ്യാപതികൾ മുഴുവനും രാമനെ പറ്റിയുള്ള ജയജയ ആരവങ്ങൾ മുഴങ്ങുകയാണ്. തെരുവുകളിലാകെ കൊടികളും തോരണങ്ങളും മാറിക്കളിക്കുകയാണ്. എല്ലാവരുടെ ഹൃദയത്തിലും രാമൻ രാമൻ എന്ന പേര് മാത്രം. അപ്പോഴാണ് രാമായണത്തിലെ ഏറ്റവും പിരിമുറുക്കമുള്ള ആ നിമിഷം വരുന്നത്. തോഴിയായ കൈകേയിയുടെ ദുർബോധന കേട്ടുകൊണ്ട്, തോഴിയായ മന്ത്രയുടെ ദുർബോധന കേട്ടുകൊണ്ട് കൈകേയി ഭൂമുഖത്തേക്ക് വന്നു. രാജാവിനോട് പറഞ്ഞു, രാജാവേ, അന്ന് പറഞ്ഞ വരമില്ലേ, ആ വരം എനിക്കിപ്പോൾ വേണം. രാജാവ് പറഞ്ഞു, ചോദിച്ചോളൂ, തരാമല്ലോ. എന്താണ് വരം? കൈകേയി പറഞ്ഞു, എനിക്ക് വേണ്ട വരം ഇതാണ്. ഞാൻ പ്രസവിച്ച എൻ്റെ മകൻ ഭരതൻ രാജാവാക്കണം. രാമനെ രാജാവാക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, രാമനെ കാട്ടിലേക്ക് അയക്കണം. 1 കൊല്ലമല്ല, 14 കൊല്ലം രാമൻ കാട്ടിൽ വസിക്കണം. ഇതാണ് എനിക്ക് വേണ്ട വരം. ദശരഥ മഹാരാജാവ് സ്തംഭിച്ചുപോയി. അനീതിയാണത്, അന്യായമാണത്, ചെയ്യാനാകാത്ത കാര്യമാണത്. പക്ഷെ വാക്ക് ഞാൻ പറഞ്ഞതാണ്, വരം കൊടുത്തതാണ്. എന്താണ് ചെയ്യേണ്ടത് അറിയാതെ ദശരഥൻ ഇങ്ങനെ നിൽക്കുകയാണ്, ബോധം കെട്ട് വീഴാൻ പോകുന്നത് പോലെ. അപ്പോൾ ഇന്ത്യയിൽ രാമൻ എന്താണെന്ന് രാമായണം പറഞ്ഞു തന്നു. അപ്പോൾ രാമൻ രംഗത്തേക്ക് വന്ന് പറഞ്ഞു, അച്ഛൻ തെല്ല് പോലും അധീരനാകാൻ പാടില്ല, ധൈര്യക്കുറവ് കാണിക്കരുത്. അങ്ങ് ധൈര്യമായിട്ട് നിൽക്കുക, ഭരതകുമാരനെ വിളിക്കുക, രാജാവായി അവനെ വാഴിക്കുക. എനിക്കെന്തിനാണ് രാജാധികാരം? ഈ കിരീടവും അലങ്കാരങ്ങളും അധികാരവും ചെങ്കോലും സിംഹാസനവുമെല്ലാം എനിക്ക് വേണ്ട. അച്ഛൻ ധൈര്യമായിട്ട് അവനെ വിളിക്കൂ. എന്നിട്ട് പറഞ്ഞു, കാട്ടിൽ പോകാൻ ഞാൻ തയ്യാറാണ്. മഹർഷിമാർക്കിണങ്ങുന്ന മരവരി എവിടെ ചോദിച്ചുകൊണ്ട് രാമൻ പുറപ്പെടുകയാണ് കാട്ടിലേക്ക്. രാമായണം പറയുകയാണ്, BJP രാമനല്ല കേട്ടോ, BJP രാമനല്ല, സാക്ഷാൽ രാമൻ, വാത്മീകി രാമൻ, രാമായണം ഇന്ത്യയെ പഠിപ്പിച്ച രാമൻ. ആ രാമൻ പുറപ്പെട്ടപ്പോൾ സീത പറഞ്ഞു, ഞാനും കൂടെ വരുമെന്ന്. അപ്പോൾ രാമൻ പറയുകയാണ്, വൈദേഹി,
പോരേണ്ട ബാലേ, പൈ ദാഹശാന്തിക്ക് ഉപായങ്ങളില്ല. ഹാ ദേവി, കല്ലുണ്ട് മുള്ളുണ്ട് കാട്ടിൽ, പാദരക്ഷയ്ക്കും ഉപായങ്ങളില്ല, അതുകൊണ്ട് നീ വരണ്ട. സീത പറഞ്ഞു, ഞാൻ വരും. എവിടെയാണോ ഭർത്താവ് അവിടെയാകണം ഭാര്യ, ഞാനും വരും. സീത പുറപ്പെട്ടു. ലക്ഷ്മണനും കൂടെ കൂടി. ഒരു ഭാഗത്ത് ഭാര്യ, വേറൊരു ഭാഗത്ത് ലക്ഷ്മണൻ. അവർ മൂവരും കൂടെ കയറിയത് ഒരു തേരിലാണ്. അച്ഛൻ പറഞ്ഞു, മകനോട് പറഞ്ഞു, ആ സരയൂ തീരം വരെ നീ എൻ്റെ തേരിൽ പോവുക. ആ തേർ വിളിക്കുന്ന തേരാളിയാണ് സുമന്ത്രർ. ആ തേർ സരയൂ തീരം അണഞ്ഞപ്പോൾ രാമൻ വീണ്ടും പറയുകയാണ്, സുമന്ത്രരെ, തേർ നിർത്തുക. ഞാനിതാ ഈ രത്നങ്ങളും വൈരങ്ങളും പതിച്ച വളകളും മോതിരങ്ങളും മാലകളുമെല്ലാം അടിച്ച് തേർത്തളത്തിൽ വയ്ക്കുന്നു. മഹർഷിമാർക്ക് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പോയ രാമൻ സർവസംഘ പരിത്യാഗിയാണ്. അതാണ് രാമൻ. ആ രാമൻ ഒരിക്കലും പറയില്ല, എനിക്ക് അമ്പലം പണിയണമെങ്കിൽ ആ അമ്പലം പണിയേണ്ടത് നൂറുകണക്കിനൊക്കെ സ്ഥലം തിരിച്ചായി കിടക്കുന്ന അയോധ്യയിൽ എവിടെയെങ്കിലും ആകാൻ പാടില്ല. അരയിഞ്ച് പോലും ഇടത്തേക്കോ മാറിയിട്ടാകാൻ പാടില്ല. എവിടെയാണോ നാനൂറിലേറെ കൊല്ലക്കാലം ബാബറി പള്ളി നിന്നത്, അതിന്റെ മൂലക്കൽ എവിടെയാണോ അവിടെ തന്നെ വേണം എനിക്ക് അമ്പലം പണിയെന്ന് രാമൻ പറയുമെന്ന് അനുസരിക്കുന്നു. രാമൻ അത് പറയില്ല. പക്ഷെ BJP പറയുന്നു, ഞങ്ങൾക്ക് ഉറപ്പാണ് അവിടെയാണ് രാമന്റെ അമ്മ രാമനെ പ്രസവിച്ചതെന്ന്. രാമന്റെ ജന്മം എന്നാണ്? ത്രേതായുഗത്തിലാണ്. ത്രേതായുഗം എന്നാണ് 1000 കൊല്ലം മുമ്പ് ത്രേതായുഗം. അന്നത്തെ പ്രസവത്തിന്റെ കൃത്യമായ സ്ഥലം ആർക്കും അറിയില്ല, പക്ഷേ BJPക്ക് അറിയാം. അവർ പറയുന്നത് ഇവിടെ തന്നെയാണ്. ശ്രീരാമന്റെ അമ്മ കൗസല്യയാണോ? അതെ. അങ്ങനെയാണെങ്കിൽ ആ പ്രസവത്തിന്റെ സ്ഥലം ഇവിടെ തന്നെയാണ്, ഇവിടെ തന്നെ വേണം. ആരോ ചോദിച്ചു, തെളിവുണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, വിശ്വാസപ്രശ്നമാണ്. വിശ്വാസപ്രശ്നങ്ങളിൽ തെളിവ് ചോദിക്കാൻ പാടില്ല. എന്തൊരു കലാപങ്ങൾ ഉണ്ടാക്കി നാട്ടിലാക്കി BJP. അതിന്റെ അന്ത്യത്തിൽ എന്താ ചെയ്തത്? അവരാ പള്ളി പൊളിച്ചു. ഇവിടെ ജനിച്ച, ഇവിടെ തന്നെ ജീവിക്കുന്ന, ഇവിടെ തന്നെ മരിക്കേണ്ടുന്ന ഈ ഭാരതമാതാവിന്റെ മക്കളായ കോടാനുകോടി സഹോദരങ്ങളായ മുസ്ലിമുകൾ സ്വന്തം ആരാധന അവകാശങ്ങളുടെ അലംഘനീയ പ്രതീകമായി കണ്ടുപോരുന്ന ഒരു പള്ളി പൊളിച്ചു മാറ്റിയവർ. ആ പൊളിച്ചു മാറ്റിയ ദിവസം അയോധ്യയിൽ ഒരു മുദ്രാവാക്യം മുഴങ്ങി. ആ മുദ്രാവാക്യവും നമുക്ക് ഓർത്തു വെക്കണം. അത് ഹിന്ദിയിലായിരുന്നു. ആ മുദ്രാവാക്യം പറഞ്ഞു, ഹം ഐസേ ബനായേംഗേ ഹിന്ദു രാഷ്ട്ര എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെയാണ് ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുന്നത് എന്ന്. എങ്ങനെ? സഹോദര മതത്തിൽപ്പെട്ട വിശ്വാസങ്ങൾ വലുതായി കാണുന്ന ഒരു ആരാധനാ കേന്ദ്രത്തിന്റെ അടിത്തറ പോലും ഇളക്കി മാറ്റിയിട്ടേ അവർ ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കാൻ പോകുന്നുള്ളൂ എന്ന്. കാരണം ഇന്നും നാളെയും ഇന്ത്യ, അതിനുവേണ്ടിയാണ് നമ്മുടെ പോരാട്ടം. ആ അർത്ഥം നമുക്കറിയാം, ആ പ്രാധാന്യം അവർക്കറിയില്ല. ആ വ്യത്യാസം ചെറിയ വ്യത്യാസമല്ല, വലിയ വ്യത്യാസമാണ്. ഓരോ സ്ഥലങ്ങളിലും അവർ പ്രചരിപ്പിക്കുന്നത് സ്പർദ്ധയാണ്, വൈരാഗ്യമാണ്, വിദ്വേഷമാണ്. അത് ഹിന്ദുവിന്റെ പേരിലാണ് അവർ വിറ്റഴിക്കാൻ ശ്രമിക്കുന്നത്. ഹിന്ദുവിന് അതറിയില്ല. ആരാണ് BJPയുടെ ഹിന്ദു? അത് വീണ്ടും ചോദ്യമാണ്. എല്ലാ ഹിന്ദുക്കളെയും BJP ഹിന്ദുവായി കാണുന്നില്ല.